It's nothing personal. I draw the blinds. They don't need to see me cry. 'Cause even if they understand, they don't understand. So then when I'm finished, I'm all about my business and ready to save the world. I'm taking my misery, making my bitch give me everyone's favorite girl. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹലോ ഫ്രം മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ന് താമസിക്കുന്ന എയർബിഎൻബിയിലെ കാഴ്ചകളായിരുന്നു കാണിച്ചത്. ഈ വീഡിയോയിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇത് എല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കും കേട്ടോ. ഇവിടെ കളിക്കാൻ സ്ഥലമാണ് ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിള്ളേർക്ക് ഓടി കളിക്കാൻ വേണ്ടി. കാരണം തൊട്ടപ്പുറത്ത് കാണുന്ന ഫാമാണ് കേട്ടോ അവരുടെ. അതേ ചെറുത് ഓടിപ്പോണാക്കി, കാരണം വീഴോ എന്നുള്ള പേടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. ഇഷ്ടം പോലെ സ്ഥലവുമുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. എയർബിഎൻബി പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റും നല്ല അടിപൊളി സ്ഥലം. അങ്ങനത്തെ പിള്ളേർ കളിച്ച് ടയേർഡായിട്ടോ, എല്ലാവരും ടയേർഡായി. അതുപോലെ നല്ല തണുത്ത കാറ്റുമുണ്ട്. അങ്ങനെ സന്ധ്യയായി, അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്, കൂടാതെ നല്ല തണുപ്പുമുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങൾ ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് ഇവിടുത്തെ ഹൗസ് ഓണർ തന്നെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ തന്നെ പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടി എന്തോ സാധനം ട്രാക്ടർ വെച്ച് എടുത്തിട്ട് പോണ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു അതിശയം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ ഗേറ്റ് പുള്ളി എടുത്തിട്ട് പോകണം കാണുമ്പോൾ തന്നെ അറിയാം പുള്ളി അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു ഡ്രൈവറും കൂടിയാണെന്നുള്ളത്. കാരണം അറിയാൻ പാടില്ലാത്തവനാണെങ്കിൽ ഇപ്പോൾ വേലിയൊക്കെ പൊളിച്ച് ഇപ്പോൾ കൊണ്ടുപോയേനെ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ജോലികളൊക്കെ ഇവർ തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ചെയ്യിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവർ തന്നെ മാക്സിമം ചെയ്ത് ഇതാക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടു തുടങ്ങിയത്. എന്തായാലും വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്, നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളി അതുമായിട്ട് പോവുകയാണ്. അയ്യോ, അത് നോക്കി നിന്നപ്പോഴാണ് ഓർത്ത് നമ്മുടെ ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം. കാരണം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ തണുപ്പും തുടങ്ങി. ഞങ്ങളപ്പോൾ ചിക്കനും ബീഫും അതുപോലെ തന്നെ പോർക്കുമാണ് ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കണേ. പോർക്ക് ഇപ്പം ഇതിനകത്തില്ല. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഒരു സെറ്റൊന്ന് എടുത്ത് നോക്കിയേക്കുവാണ് റെഡിയായോ എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ബീഫ് റെഡി ആയിട്ടില്ല, ബീഫ് കുറച്ചും കൂടി ആവാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുക കേട്ടോ സംഭവം. കാരണം ഞങ്ങളുടെ മെയിൻ കുക്ക് കയറിയിട്ടില്ല. മെയിൻ കുക്കിന് അന്ന് ചെറുതായിട്ട് പനി പിടിച്ചിട്ട് കിടപ്പിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇതിനകത്ത് കിടന്ന് കുസ്തി പിടിക്കണേ. അതുകൊണ്ട് തന്നെ എന്ത് പരുവത്തിലാവും എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം ഗ്രില്ലിങ് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. ഏറ്റവും സഹിക്കാൻ പറ്റാത്ത തണുപ്പാട്ടോ, നല്ല തണുത്ത കാറ്റടിക്കുന്നു. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ ഗ്രില്ലൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് ഒരുപാട് ലേറ്റായി, ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ രാവിലെ എണീറ്റിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താം. ഓക്കെ, ഇതിപ്പോൾ ഈ എടുത്ത് വെച്ചേക്കണയൊക്കെ ഇവിടുത്തെ ഓണറിൻ്റെ തന്നെ ഐറ്റംസ് ആട്ടോ. പുള്ളിയുടെ വണ്ടിയൊക്കെ തന്നെയാണ് ആ കിടക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് അധികം എക്സ്പ്ലെയിനും കാര്യങ്ങളും ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇത് ഇന്നിപ്പോൾ രാവിലെ തന്നെ വാട്ടർ ടണലിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോയി വന്നിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.